പി ചന്ദ്രശേഖരൻ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് പാർട്ടി വിട്ടു പോകുമ്പോൾ കുലംകുത്തി എന്ന് വിളിക്കുക മാത്രമല്ല മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കൊലയാളികളെ വിട്ട് കൊന്നു കളഞ്ഞതിന് ശേഷം പാർട്ടി പത്രവും പാർട്ടി ചാനലും പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും ദിവസങ്ങളോളം പറഞ്ഞത് എന്താ നിങ്ങൾ ഓർക്കുന്നുണ്ട്? തീവ്രവാദികളാണ്. തൊട്ടടുത്തുള്ള വള്ളിക്കാട് ജുമാ മസ്ജിദിൽ വെളുപ്പാങ്കാലം വരെ വെട്ടമണിയാതെ കടന്നു എന്നാണ് പറഞ്ഞത്. തിരുത്തിയോ? ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് ഇറക്കിയ ആളുകൾ ആരാണെന്ന് പോലും കണ്ടുപിടിക്കാൻ ഉമ്മാർക്ക് പറ്റിയിട്ടില്ല. ഇന്ത്യയിലെ 1-ാം നമ്പർ ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞത്. ആരുടെ അവാർഡ്? നരേന്ദ്രമോദിയുടെ അവാർഡ് കിട്ടും. കാരണം സ്ക്രീൻഷോട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവാർഡ് കിട്ടുന്നത്. ഷാഫി പറമ്പിൽ ജയിച്ചാൽ അത് വർഗീയതയുടെ വിജയമാണെന്ന് പറഞ്ഞത് KN ഗണേഷ് അടക്കമുള്ള ചരിത്ര ഗവേഷകരാണ്. ചരിത്ര അധ്യാപകരായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം AKG സെന്ററിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക KN ഗണേഷ്, ദീപ നിശാന്ത്, ഇടത് ബുദ്ധിജീവികൾ, സൈബർ സഹാക്കന്മാർ, എഴുത്തുകാർ. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ വർഗീയതയുടെ വിജയമാണെന്ന് പറയാൻ മാത്രം അവരുടെ ഇടത് ബോധം എന്ന് അവർ അവകാശപ്പെടുന്ന ബോധത്തിന് എന്ത് പറ്റിയെന്ന് പരിശോധിക്കണ്ടേ? ഇടത് ബോധമല്ല, സംഘപരിവാർ ബോധമാണ്. നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഞാൻ മതേതര വിശ്വാസിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകളെ വിജയിപ്പിക്കണമെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ ജനാധിപത്യപരമായ അവകാശമല്ലേ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്? CPM പറയുകയാണ് ഷാഫിയുടെ പേര് ഷാഫി ആയതുകൊണ്ട് അയാൾ ജയിച്ചാൽ വർഗീയതയുടെ വിജയമാണെന്ന്. തിരുത്തിയിട്ടില്ല. CAA സമരം നടക്കുമ്പോ ഇന്ത്യ ഒട്ടാകെ സമരം നടന്നു. കേരളത്തിൽ അതിഗംഭീര സമരങ്ങൾ. ആ സമരത്തിൽ കേസെടുത്ത പിണറായി സർക്കാരിന്റെ പോലീസ് കേസെടുത്തതിൽ ചേർത്ത വകുപ്പ് എന്താ? കലാപാഹ്വാനം. നമ്മൾ കലാപമാണോ നടത്തിയത്? കലാപാണോ നടത്തിയത്? കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ, ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആ സ്ക്രിപ്റ്റിനെതിരെ സമരം ചെയ്യുമ്പോൾ കലാപാഹ്വാനം നമ്മളാണ് ഇത്രയും നടത്തുന്നത്. എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. പാലസ്തീൻ വിഷയത്തിൽ പ്രതിഷേധിച്ച ഒരു ഒറ്റയാൾ സലീമുണ്ട് തിരുവനന്തപുരത്തെ. ആ മനുഷ്യനെതിരെയും കലാപാഹ്വാനത്തിന് കേസെടുക്കും. ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ. പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമത്തിനെതിരെ നടത്തുന്ന സമര. ആ പാവപ്പെട്ട മനുഷ്യനെതിരെയും കലാപാഹ്വാനം. ഇസ്രായേലിനെതിരെ കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ കുട്ടികൾ സ്റ്റാർബക്സ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ മുമ്പിൽ പോയി സമരം ചെയ്തപ്പോൾ അവർക്കെതിരെയും എടുത്തു കലാപാഹ്വാനം. അലനും താഹയും എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ പുസ്തകം വായിച്ചതിന്റെ പേരിൽ UAPA കേസെടുക്കുന്നു. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ UAPA കേസെടുത്ത സർക്കാർ പിണറായി വിജയൻ സർക്കാർ, 1-ാം പിണറായി വിജയൻ സർക്കാരാണ്. ഞാനൊരു പുസ്തകം വായിച്ചു UAPA കുറിച്ചിട്ടുള്ളത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എഴുതിയേക്ക UAPA കരിനിയമമാണ്. പക്ഷെ ഇവരാണ് ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്തിരിക്കുന്നത്.